എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്ത് പറയണമെന്നറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എത്ര നാളായി, ഒത്തിരി നാളായി. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ, എന്താ ഇപ്പോൾ വ്ളോഗൊന്നും കാണുന്നില്ല, വീഡിയോ ഒന്നും കാണാറില്ല, ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകൾ കാണുന്നുള്ളൂ. അതായത് ഞാനിപ്പോൾ എന്താ പറയുക, എവിടെയെങ്കിലും ഇനാഗുറേഷന് പോകുന്നതോ ഡാൻസ് ചെയ്തിടുന്നതോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോകൾ കിട്ടുമ്പോൾ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത്. അല്ലാതെ വ്ളോഗായിട്ട് എടുത്തിട്ട് തന്നെ ഒത്തിരി നാളായി. അപ്പം എന്തായാലും ഇന്നിപ്പോൾ എടുക്കാനുള്ള ഒരു മെയിൻ കാരണം നിങ്ങൾ തമിഴിലും കണ്ടപ്പോൾ മനസ്സിലായി കാണും. ബെഹറിലോട്ടുള്ള ഒരു യാത്രയാണ്. കുറച്ച് വിഷമവും അതിലുപരി സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, കുറച്ച് സന്തോഷം കുറച്ച് വിഷമം. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ചേട്ടനും കുഞ്ഞിനൊക്കെ സുഖമില്ലാണ്ടിരിക്കുകയാണ്. ചേട്ടനും ചേച്ചിക്കും കുഞ്ഞിനും ചെങ്കണ്ണായിട്ടിരിക്കുകയാണ്. പേടിക്കണ്ട, എനിക്കില്ല. കാരണം ഞാൻ അവരെ കൺവെട്ടിച്ചാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് അധികം വരാറൊന്നുമില്ല. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും സുഖമില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ എൻ്റെ കൂടെ നീ കണ്ടായിരുന്നു, അമ്മേൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മയും അമ്മയുടെ അച്ഛനും ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അച്ഛൻ വീട്ടിലാണ്. അച്ഛന് ഇപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് അച്ഛൻ ഫുൾ റെസ്റ്റൊക്കെയാണ്. അപ്പോൾ എന്തായാലും ബെഹറിലോട്ടുള്ള യാത്രയാണ്. ഞാൻ 3ാമത്തെ തവണയാണ് ബെഹറിലോട്ട് പോകുന്നത്. നിങ്ങൾ ഫസ്റ്റ് എൻ്റെ വ്ളോഗ് കണ്ടിട്ടുണ്ട്. ഒരു വർഷത്തിന് മുന്നേ ബെഹറിൽ എൻ്റെ കസിൻ്റെ അടുത്ത് പോയത് ഇനാഗുറേഷന് വീഡിയോ ഒന്നും ആ ടൈമിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മടിയാണ് എനിക്ക്. അതുകൊണ്ടാട്ടോ എഡിറ്റ് ചെയ്യാത്ത. അപ്പോൾ എന്തായാലും അവരുടെ ഫസ്റ്റ് ബ്രാഞ്ച്, അതായത് ഡാൻസ് ബ്യൂട്ടി സലൂണിൻ്റെ ഫസ്റ്റ് ബ്രാഞ്ച് ഞാൻ ഇനാഗുറേഷൻ ചെയ്തു. അപ്പോൾ ആ ഒരു എന്താ പറയണ്ടേ, ഭയങ്കര എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് ആ ഒരു ഐശ്വര്യം കൊണ്ട് 2ാമത്തെ ബ്രാഞ്ചും ഈ ഒരു 2023 അവർ തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു ഞാൻ പോയത്. ഇപ്രാവശ്യം നവംബർ ഫസ്റ്റ് വീക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. ഒത്തിരി സന്തോഷം. കാരണം 2ാമത്തെ ബ്രാഞ്ചും അവർ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇനാഗുറേഷൻ ഞാൻ തന്നെ ചെയ്യണമെന്നേ, നമുക്ക് ഭയങ്കര നിർബന്ധം ഞാൻ തന്നെ ചെയ്യണമെന്നുള്ളത്. അപ്പം എന്തായാലും അതാ പറഞ്ഞാൽ കുറച്ച് സന്തോഷമുണ്ട്, കുറച്ച് വിഷമമുണ്ട്. അമ്മയ്ക്ക് അച്ഛനൊക്കെ എല്ലാവർക്കും വയ്യാണ്ടിരിക്കുന്നുള്ള ഒരു വിഷമമുണ്ട്. എന്നാലും സാരമില്ല, അവരിടയ്ക്ക് വിളിക്കുന്നുണ്ട്, ഓക്കെ ആവും. ഇപ്പം 2, 3, 4, 5 ദിവസമായി അവർക്ക് ഈ ഒരു അസുഖം വന്നിട്ട്, ചെങ്കണ്ണ് വന്നിട്ട്. ഇപ്പം എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, അപ്പം അമ്മയൊക്കെ ഹാപ്പിയാണ് പോകുന്നതിൽ. പിന്നെ പോയിട്ട് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ പുറത്തങ്ങനെ ആരുടെ പറഞ്ഞിട്ടില്ല, ഫ്രണ്ട്സിൻ്റെ അടുത്തോ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. എന്തായാലും ഞാൻ വ്ളോഗ് ഇടുമ്പോൾ എല്ലാവരും കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. എന്തായാലും നമുക്ക് പോവാം. പിന്നെ വിഷമം ഞാൻ പറഞ്ഞു വെച്ചാൽ എന്നെ കൊണ്ടാക്കാൻ അങ്ങനെ ആയില്ല. ഞാൻ ടാക്സി പിടിച്ചിട്ടാണ് വന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ ഒത്തിരി പേര് അറിയാമല്ലോ, ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കണ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി എനിക്ക്. കഴിഞ്ഞ വർഷവും എല്ലാ പ്രാവശ്യവും അച്ഛനും അമ്മയൊക്കെയാണ് കൊണ്ട് ആക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ചേച്ചിയും ചേട്ടനും അങ്ങനെ ആരെങ്കിലുമൊക്കെ വരും. പക്ഷെ ഇപ്രാവശ്യം ഞാൻ മാത്രം ആയപ്പോൾ ഒരു വിഷമം. എന്തായാലും പോയിട്ട് പോവാം നമുക്ക്. നിങ്ങൾ എൻ്റെ കൂടെ ഞാൻ പോയിട്ട് വരുന്നത് വരെ. ഇതിപ്പോൾ ഡേറ്റ് എത്രയാണ്? ഇന്ന് 8-ാം തീയതിയാണ്. ഞാൻ 13-ാം തീയതി തിരിച്ചെത്തും. അത് നേരെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് പേരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. നമുക്കിപ്പോൾ ഫോട്ടോസൊക്കെ കൊടുക്കും. مني يسوي شو يسوي؟ ഞാൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഫാമിലി
ബെഹറിലെത്തിയിരിക്കുകയാണ്. ബെഹറിലെത്തിയിരിക്കുകയാണ്. ദേ അങ്ങനെ നീണ്ട നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ചേട്ടനെയും ഏട്ടത്തി അല്ലേ, ഏട്ടത്തിയൊന്നും അല്ല, അവളെ പ്രായമൊക്കെ തന്നെ ഏട്ടത്തിയാണല്ലോ. അന്ന് വന്നപ്പോ ഈ ട്രോഫി ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ ട്രോഫി ഉണ്ട് അല്ലേ. ഹലോ, ഈ ട്രോഫിക്ക് ഇതെല്ലാം ശരിയാക്കി തന്നു നീ തന്നെയാണ്. കല്യാണം കഴിപ്പിക്കുന്നത് ശരിയാണല്ലോ. ഇതൊക്കെ ഇവളുടെ അനിയത്തിയാണ് ആദിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഒരു വർഷത്തിന് മുന്നേ ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ വരുന്നത് അല്ലേ. അതെ അതെ, പോവാൻ ചേട്ടാ, പോവാം. നമ്മള് ലാസ്റ്റ് പോയി കണ്ടു തുടങ്ങുന്നുണ്ട്. പിന്നെ രണ്ടാം നമ്മൾ വീണ്ടും വന്നുണ്ട് ബെഹാറിലെ പ്രോഗ്രാം. അപ്പൊ കഴിഞ്ഞ് അത് കഴിഞ്ഞ് 2 മാസം മുന്നേ നമ്മൾ കണ്ടത് 2022 നമ്മൾ കണ്ട. അതെ, ഈ വർഷം. ആ ശരിയാ, 2023. അതായത് ഈ വർഷം തന്നെ നമ്മള് ഏപ്രിൽ കണ്ടു. കഴിഞ്ഞ 3 മാസം മുന്നേ വന്നു. അതെപ്പോ പെരുന്നാൾ സമയത്ത് മനസ്സിലായില്ല. ഏപ്രിൽ എപ്പോഴാ കണ്ടേ നമ്മള്? ഏപ്രിൽ കല്യാണത്തിന് വന്നു, നാട്ടിൽ വന്നപ്പോ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ബെഹറിലെ പ്രോഗ്രാം 3 മാസം മുന്നേ ആണോ? അതെ, 3 മാസം മുന്നേ ഞങ്ങൾ കണ്ടു. അത് പക്ഷെ ബെഹറിൽ നമ്മളിപ്പം ആ ഒരു വർഷത്തിന് ശേഷം വരുന്നത്, ഇവിടെ വരുന്നത് ഇവരെ കൂടെ നിക്കാനായിട്ട് വരുന്നത് ഒരു വർഷത്തിന് ശേഷം അല്ലേ. പോവാം. സ്വന്തം വീട്ടിലേക്ക് വരുന്നത് അതെ, സ്വന്തം വീട്ടിലോട്ട് വരുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ട്. അതെ, നോക്കൂ എന്താ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവരോടും ഒത്തിരി താങ്ക്സ് അറിയിക്കുകയാണ്. ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട്, അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരും, ഉറപ്പായിട്ടും വരും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി നന്ദി, സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. ഇതുപോലെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ, താങ്ക് യു.